വണക്കം, ഞാനാണ് നിങ്ങളുടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗോസ്റ്റിനെ കുറിച്ചാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, ഗോസ്റ്റിനെ കുറിച്ച് പറയണോ അല്ലെങ്കിൽ വർക്കൗട്ടിനെ കുറിച്ച് പറയണോ. അപ്പൊ കൂടുതലും വർക്കൗട്ടിനാണ് കൂടുതൽ ബോളിൽ വോട്ട് വന്നത്. പക്ഷെ ഗോസ്റ്റിനെ കുറിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്നൊരു ഇൻസിഡന്റ് ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഗോസ്റ്റിനെ കുറിച്ച് പറയാം. അപ്പൊ ആ ഇൻസിഡന്റ് എന്തെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി എന്റെ കൂട്ടുകാരൻ ഉറങ്ങുന്ന സമയത്ത് ഇവന്റെ മുകളിൽ ആരോ കയറി ഇരുന്നിട്ട് ഇവന്റെ കഴുത്ത് നെരിക്കണ പോലെ ഇവന് തോന്നിയിട്ടുണ്ട്. ആള് പെട്ടെന്ന് നെട്ടി എണീറ്റിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് നന്നായി പേടിച്ചിട്ടാണ് എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പോ ഇവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇതേ സെയിം കാര്യം എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, എനിക്കും ചെറുതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കിലുള്ള സയൻസ് എന്താണ് പറഞ്ഞിട്ട് കുറെ റിസർച്ച് ചെയ്തപ്പോൾ കുറച്ച് ആൻസർ കിട്ടി. അതും വേറെയും 2 എക്സാമ്പിളും ആണ് ഞാൻ ഗോസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ പറയാൻ പോണത്. അപ്പൊ ഫസ്റ്റത്തെ ഈ കാര്യം തന്നെ പറയാം. ഇതിലെന്ത് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ 2 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. 2 സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് NREM ഇന്നൊന്ന് വന്നിട്ട് REM. NREM എന്ന് വെച്ചാൽ നോൺ റാപ്പിഡ് ഐ മൊമെന്റ് സ്ലീപ്പും ഇന്നൊന്ന് റാപ്പിഡ് ഐ മൊമെന്റ് സ്ലീപ്പും. അങ്ങനെയാണ് ഈ 2 സ്റ്റേജ് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ പറയാന്ന് വെച്ചാൽ, സ്റ്റേജ് 1 അല്ലെങ്കിൽ NREM വരുന്ന സ്വപ്നത്തിന്റെ തീവ്രത കുറവായിരിക്കും. നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് എണീക്കാനൊക്കെ പറ്റും. രണ്ടാമത്തത് അല്ലെങ്കിൽ REM എങ്ങനെയാണെന്ന് വെച്ചാൽ തീവ്രത കൂടിയ സ്വപ്നമായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറക്കം പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മുടെ മസിൽസിനെയൊക്കെ പാരലൈസ് ആക്കും, നമുക്ക് അനങ്ങാൻ പറ്റാണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ സ്ലീപ്പ് പാരാലിസിസ് എന്നൊക്കെ പറയുന്നത്. ഇനിയൊരു ഫാക്ടർ എന്തെന്ന് വെച്ചാൽ, ഇതിൽ തന്നെ കുറെ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ സൈക്കിളായിട്ടായിരിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ വർക്ക് ആവുക. മനസ്സിലാൻ രീതി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ NREM തന്നെ 3 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ഈ 1, 2, 3 കൂടുന്തോറും നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടി വീക്കായി വന്നിട്ടാണ് ഈ രണ്ടാമത്തെ സ്റ്റേജ് REM എത്തുക. REM എത്തുന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പാരലൈസ് ആയി കിടക്കുന്നു. ഇത് തന്നെ സൈക്കിളായിട്ടേ വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ വീണ്ടും നമ്മൾ NREM ഒന്നാമത്തെ സ്റ്റേജ്, അതായത് കുറച്ചും കൂടി നമുക്കപ്പോൾ ബോധമുണ്ട്, അവിടേക്ക് എത്തും. ഇവിടെയാണ് പ്രശ്നം വരുന്നത്. അതായത് നമ്മൾ ഈ അനങ്ങാൻ പറ്റാത്ത തീവ്രതയുള്ള സ്വപ്നം കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ കോൺഷ്യസിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നെട്ടി എണീക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ പല ഹലൂസിനേഷനൊക്കെ തോന്നുന്നത്. അല്ലാണ്ട് ഇത് പ്രേതമോ ബാധയോ ഒരു കുട്ടിച്ചാത്തൻ വന്ന് മുകളിലിരുന്ന് നമുക്കോ ഒന്നും അല്ല. അതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള നമ്മൾ കുറെ ആയിട്ട് കേട്ട് വന്ന ഇന്നൊരു എക്സാമ്പിൾ എന്തെന്ന് വെച്ചാൽ, എന്റെ ബാക്കിൽ ആരോ ഉള്ള പോലെ എനിക്ക് തോന്നി, ഇന്നൊരു പ്രസൻസ് ഉള്ള പോലെ തോന്നി, ഒരു രൂപത്തിനെ ഞാൻ കണ്ടു എന്നൊക്കെ പറയില്ലേ. ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള റീസൺ എന്തെന്ന് വെച്ചാൽ, നമുക്ക് അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പറ്റിയ ഓഡിയോ റേഞ്ച് എന്തെന്ന് വെച്ചാൽ 20 ഹേർട്സ് മുതൽ 20,000 ഹേർട്സ് വരെയാണ്. 20 ഹേർട്സിന് താഴെയുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റില്ല, 20,000 ഹേർട്സിന് മുകളിലുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ ഇതിന് താഴെയുള്ളതിനെ പറയുന്ന പേരാണ് ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും. ഇതിന്റെ മുകളിലുള്ളതിനെ പറയുന്നത് അൾട്രാസോണിക് സൗണ്ട് എന്നും ആണ്. ഇതിന്റെ സംഭവം എന്തെന്ന് വെച്ചാൽ, ഈ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് പറഞ്ഞില്ല, അതായത് 20 ഹേർട്സിന് താഴെയുള്ള സൗണ്ട് ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ വൈബ്രേഷൻ നമ്മുടെ ഐബോളുമായിട്ട് റെസൊണേറ്റ് എന്ന് വെച്ചാൽ പ്രതിധ്വനിച്ചിട്ട് പല ഹലൂസിനേഷൻ ആയിട്ടുള്ള രൂപങ്ങളൊക്കെ നമുക്ക് ഉള്ള പോലെ തോന്നും. ഇതാണ് സംഭവം. അല്ലാണ്ട് ഇതും പ്രേതവോ ബോധവോ ഒന്നും അല്ല. മനസ്സിലാവുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, നമ്മൾ ചാനല് TV ട്യൂണൊക്കെ ചെയ്യില്ലേ, അതായത് ട്യൂൺ എന്ന് വെച്ചാൽ 18 വെച്ച സൺ TV, 4 എന്ന് വെച്ചാൽ ഏഷ്യനെറ്റ് എന്നൊക്കെ പറയില്ലേ. ഇത് ഓരോരോ ചാനലിന് ഓരോ ഫ്രീക്വൻസി ആയിരിക്കും. അതുമായിട്ട് സെറ്റ് ആകുമ്പോഴാണ് ഇപ്പൊ ഓരോരോ ചാനലായിട്ട് വരുന്നത്, രണ്ടും കൂടി കണക്ട് ആകുമ്പോൾ. അതുപോലെയാണ് ഈ ഇൻഫ്രാസോണിക് സൗണ്ടിന്റെ വൈബ്രേഷനുമായിട്ട് സെറ്റ് ആകുമ്പോഴാണ് കൂടി പ്രതിധ്വനിക്കുമ്പോഴാണ് നമുക്ക് ഓരോരോ രൂപങ്ങളൊക്കെ കാണുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഓരോരോ സിമ്മിന് ഓരോ ടവർ പറയില്ലേ, എല്ലാം ഫ്രീക്വൻസി ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഹലൂസിനേഷൻ ഉണ്ടായിട്ടാണ് ഇങ്ങനെ ഒരു രൂപങ്ങളൊക്കെ കാണുന്നത്. കേട്ട ഒരു ഫേമസ് ആയിട്ടുള്ള ഉദാഹരണം എന്തെന്ന് വെച്ചാ, എല്ലാവിടെയും കേട്ടിട്ട് വന്ന അല്ലെങ്കിൽ സിനിമക്കാരൊക്കെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പ്രേത ബംഗ്ലാവ്. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാവും പ്രേതക്കാട്, പ്രേത കിണറ്, അതുപോലെ യുണീക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലം ഉണ്ടാവും എല്ലാവിടെയും. എന്തിനു പറയണേ, എൻ്റെ അവിടെ പേയ് മരം പറഞ്ഞിട്ട് തന്നെ ഒരു സ്പോട്ട് ഉണ്ട്. ഇത് മരം മുറിച്ച് കളഞ്ഞിട്ടും മരം ഇല്ലാണ്ടായിട്ട് 10 വർഷത്തിന് മുകളിലായി, എന്നാലും ആ സ്പോട്ടിന്റെ പേര് പേയ് മരം എന്നാണ്. ഇതിന് കുറെ പേര് കുറെ ഫ്ലാഷ് ബാക്ക് ഒക്കെ പറഞ്ഞു. ഒരാൾ പറയണു, ആ വഴി ഒരു കൊച്ചു കുട്ടീനെ കൊണ്ട് പോയപ്പോ ആ കുട്ടി മരിച്ചു, അതുകൊണ്ടാണ് അവിടെ പ്രേതമുണ്ട് പറയുന്നത്. അതുപോലെ ആരോ മരിച്ചു എന്നൊക്കെ പറയും. ഇത് മെയിൻ ആയിട്ട് ഇന്നൊരു കോമഡി എന്തെന്ന് വെച്ചാൽ, ഞാന് ചെറുതായിരിക്കുന്ന സമയത്ത് സൈക്കിളിൽ ആ വഴി രാത്രി പോകുമ്പോ വീട്ടില് ആണിയൊക്കെ തന്നുവിടും. പോണത് ഇരുമ്പ് സൈക്കിളിൽ, എന്നാലും ഇരുമ്പ് കൈ വെച്ചിട്ട് പോകുന്നൊക്കെ. അതിനെ ഒരു ഇരുമ്പ് കഷ്ണം അണ്ണാക്കിലോട്ട് കുത്തി കയറ്റിയാ മതി. ഇത് നമുക്ക് വേണ്ട കേട്ടോ.
പ്രേതം പിടിക്കാണ്ടിരിക്കാനാണ് ഇത്ര. ഈ സംഭവത്തിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് 2 സൈക്കോളജിസ്റ്റുകൾ ചേർന്നിട്ട് അമേരിക്കയിലാണ് 2 സൈക്കോളജിസ്റ്റ് ചേർന്നിട്ട് ഒരു എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തിന് ഒരു റൂമറായിട്ടുള്ള ഒരു കഥ ഉണ്ടാക്കിവിടും. അതായത് പണ്ടൊരു പള്ളിയിൽ അച്ഛൻ ഉണ്ടായിരുന്നു ഇത്ര. ആള് ഒരു സുന്ദരയായ പെണ്ണിനെ ഉപയോഗിച്ചിട്ട് ആണുങ്ങളിലേക്ക് കൊണ്ടുവന്ന് തലയിൽ ചുറ്റിക വെച്ച് അടിച്ച് കൊന്നുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ആളുടെ പ്രേതം ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കി വിട്ടു. ഇത് കുറെ കഴിഞ്ഞ് സ്പ്രെഡായി നോക്കണം. കുറെ പേര് ഇവരിന്റെ അടുത്തേ വന്ന് പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു രൂപത്തിനെ കണ്ടു, ഒരു പള്ളിയിൽ അച്ഛനെ കണ്ടു, പള്ളിയിൽ അച്ഛൻ ചുറ്റികയുമായിട്ട് പോണതൊക്കെ ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഇതിന്റെ പേരാണ് പവർ ഓഫ് സജഷൻ. ഇതിന് ഇന്നൊരു എക്സാമ്പിളും കൂടി പറയാം. അപ്പൊ അതെന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2 സൈക്കോളജിസ്റ്റുകാർ പിള്ളേരാണ്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, സ്വാമിയാർമാറിന്റെ വേഷം ഇട്ടിട്ട് 20 പേരിനെ സെലക്ട് ചെയ്തു ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട്. ഇതിൽ 10 പേര് വിശ്വാസികളും 10 പേര് വിശ്വാസമില്ലാത്തവരുമാണ്. ഇതിൽ അവര് വേഷമൊക്കെ ചെയ്ത് 2 നാരങ്ങ കയ്യിൽ കൊടുത്തു. എല്ലാവരുടെ കയ്യിൽ 2 നാരങ്ങ കൊടുത്തു. ഇത് പൂജിച്ച നാരങ്ങയാണ്. ഇത് കയ്യിൽ വെച്ചിട്ട് നിങ്ങളൊരു 5 മിനിറ്റ് ദാനം ചെയ്യുക. എന്നിട്ട് ഒരു 10 വേപ്പില എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുറെ പ്രേതങ്ങളെ കാണാം, പ്രേതങ്ങളുമായിട്ട് സംസാരിക്കാം. அரளிவதியை வாங்கி அருணா கயிறுல கட்டிக்கிட்டு அரச மரத்தை 1/2 மணி நேரம் அரை நிர்வாணமா சுத்தி வந்தீங்கன்னா ഇതിൽ ഈ 10 വിശ്വാസികൾക്കും കുറെ പ്രേതങ്ങളെ കാണാനും പറ്റി, കുറെ പേരോട് സംസാരിക്കാനും പറ്റി. ഇത്ര யாருன்னு தெரியாமே எனக்கு உதவி செய்தியே. உனக்கு ரொம்ப நன்றி தம்பி. நன்றி. ഇതെന്താ ആള് ഭ്രാന്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ച 10 വിശ്വാസം ഇല്ലാത്തവന്മാർക്ക് ഒന്നും കണ്ടുമില്ല, ഒന്നും കണ്ടു പേടിച്ചുമില്ല. ഇനിയൊരു കോമഡി ആയിട്ടുള്ള സ്റ്റോറിയും കൂടി ഉണ്ട്. അതും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് ക്ലോസ് ചെയ്യാം. അതെന്താന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് മൊത്തം എൻ്റെ അമ്മൻ്റെ വീട്ടിലായിരുന്നു. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചുറ്റും നമ്മുടെ നെൽകൃഷിയൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് ഒരു വീടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ചെറുപ്പത്ത് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാലും അമ്മൂമ്മയും അപ്പൂപ്പനും ശരി പോകണ്ടെന്ന് പറയാം. അപ്പോൾ ലീവ് എടുക്കാലോ എന്നുള്ള ഇതുകൊണ്ട് ഞാൻ മെയിനായിട്ട് അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 2 മാസം സമയത്ത് അവിടെ ഇരിക്കുമ്പോൾ ഡെയിലി ഞാൻ അമ്മൂമ്മൻ്റെ അടുത്ത് രാത്രി 8 to 9 പവർ കട്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഡെയിലി ഞാൻ കഥ ചോദിക്കും, പ്രേതത്തിന്റെ കഥ. അപ്പൊ ഡെയിലി അമ്മൂമ്മക്ക് കഥ പറഞ്ഞ് മടുത്തത് കൊണ്ടോ അല്ലെ കഥ ഇല്ലാത്തത് കൊണ്ടോ എന്നറിയില്ല, അന്നൊരു ദിവസം ഞാൻ കഥ ചോദിച്ചപ്പോ അമ്മൂമ്മ ഉറക്കത്തിൽ എണീച്ചിട്ട് എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. മാനെ ഇപ്പോ പ്രേതമൊന്നുമില്ല. ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ, இந்த இடம் தான் தெரியலீங்க, மனசை தேத்திக்கங்க, பயந்துறாதீங்க. நான் பயப்படல, நீ தைரியமா சொல்லு. ഇപ്പൊ ലൈൻ കമ്പിയൊക്കെ വന്നില്ലേ, അതായത് പോസ്റ്റ് ഒക്കെ ഇട്ട് കറണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ വന്നില്ലേ, അതുകൊണ്ട് പ്രേതം പറന്നു പോണ സമയത്ത് ലൈൻ കമ്പി പെട്ട് പ്രേതങ്ങളൊക്കെ മരിച്ചുപോയ മാനെ, അതുകൊണ്ട് പ്രേതമൊന്നും ഇല്ലാന്ന്. അപ്പൊ അത് ആലോചിക്കുമ്പോഴാണ് സ്ക്രിപ്റ്റ് ഇല്ലാത്ത ഒരു കാര്യം എനിക്ക് തോന്നിയത്. അതായത് 100-200 വർഷങ്ങൾക്ക് മുമ്പ് ഈ കറണ്ടും വെളിച്ചമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയി നമുക്ക് എന്തെങ്കിലുമൊക്കെ രാത്രി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ എമർജൻസി ആയിട്ട് പോകാനുള്ള ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസോ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് പുറത്ത് പോകണ്ട, ഇങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ ആരും പറഞ്ഞ കേൾക്കില്ല. അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു മിത്ത് എന്നാണോ അതിന് പറയാ, അല്ലെങ്കിൽ ഒരു കെട്ടുകഥയാണ് പ്രേതം. അപ്പൊ ആരും രാത്രി പോകാണ്ടിരിക്കാനും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി പറഞ്ഞ് പരത്തിയ ഒരു സംഭവമാണ് പ്രേതം. അതിന് ഇത്രയും ആധുനിക കാലത്തും അതിനെ ഫോളോ ചെയ്ത് പോയാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, കുറെ ഫേക്ക് സ്വാമിമാരുണ്ടാവും. അത് മാത്രമല്ല, സിനിമയിലാണോ അല്ല ഡയറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കേട്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു കുട്ടീനെ പ്രേതം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു റൂമിലിട്ട് പൂട്ടിയിട്ട് ചോറൊന്നും ഇല്ലാണ്ട് ആ കുട്ടി മരിച്ചു കിടന്നിട്ടുണ്ടായിരുന്നല്ലോ. അതുപോലെ മാനസിക രോഗങ്ങൾ കൂട്ടാനും ഇത് കാരണമാവുമല്ലോ. ഇതുപോലെ ആരും ആവാൻ പാടില്ല എന്നുള്ളൊരു മെയിൻ കോൺസെപ്റ്റിലാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം.